300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഭീമൻ ദിനോസറുകളുടെ കാലത്തിന് മുൻപ്, ഭൂമി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഭീമൻ പ്രാണികളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ കാലത്തെ ഒരു തുമ്പിക്ക് ഒരു പരുന്തിന്റെ വലിപ്പവും ഒരു ചേരട്ടയ്ക്ക് ഒരു കാറിന്റെ നീളവും ഉണ്ടായിരുന്നത്രേ. ഈ കാലഘട്ടത്തെയാണ് കാർബോണിഫറസ് പീരീഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്തെ പ്രാണികൾക്കും ജീവികൾക്കും അത്രത്തോളം വലിപ്പം ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഭീമൻ ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അധികമാരും പറയാത്ത ദിനോസറുകളുടെ കാലങ്ങൾക്ക് മുൻപുള്ള ഭൂമിയിലേക്കും അവിടെ നിന്ന് ദിനോസറുകളുടെ കാലഘട്ടത്തിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടങ്ങളിലൊന്നാണ് കാർബോണിഫറസ് കാലഘട്ടം. അന്നത്തെ ഭൂമി നമ്മളിപ്പോൾ കാണുന്നത് പോലെയല്ലായിരുന്നു. ഇപ്പോഴുള്ളതുപോലെ അന്ന് ഭൂമിയിൽ 7 ഭൂഖണ്ഡങ്ങളില്ലായിരുന്നു. മറിച്ച് ഇതെല്ലാം കൂടി ചേർന്ന പാൻജിയ എന്ന ഒറ്റ വലിയ ഭൂഖണ്ഡം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഭൂമിയിൽ ഭൂരിഭാഗവും ചതുപ്പും കൊടും വനവും നിറഞ്ഞ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഭീമാകാരമായ പ്രാണികൾ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഭീമൻ സ്രാവുകളും വിചിത്രങ്ങളായ ഒരുപാട് സമുദ്രജീവികളും അന്ന് സമുദ്രങ്ങളിലും ഭൂമിയിലുമായി സൈര്യവിഹാരം നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭീമൻ പ്രാണിവർഗമായിരുന്നു മെഗാന്യൂറ എന്ന ഈ പ്രാണി. ഈ പ്രാണിയെ കണ്ടാൽ ഇപ്പോഴുള്ള തുമ്പികളെ പോലെയായിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ ഇവയുടെ ചിറകുകൾക്ക് 75 സെന്റിമീറ്ററോളം വീതിയുണ്ട്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഇതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന്. കൂടാതെ ഇവ മാംസഭോജികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ മറ്റു പ്രാണികളെയും ഉരകങ്ങളെയുമൊക്കെയാണ് ആഹാരമാക്കിയിരുന്നത്. എന്നാൽ കരയിൽ ആ സമയത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ജീവിയായിരുന്നു ആർത്രോപ്ലൂറ. തേരാട്ടയെ പോലെ തോന്നിപ്പിക്കുന്ന ഈ മില്ലിപ്പീഡ് ഇനത്തിൽപ്പെട്ട ജീവിക്ക് 2.5 മീറ്റർ വരെ നീളമുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഇവർ കാണുന്നത് പോലെ അത്ര ക്രൂരന്മാർ അല്ലായിരുന്നു. കാരണം ഇവകൾ ചീനഴുകി പോകുന്ന സസ്യങ്ങളായിരുന്നു പ്രധാനമായും ഭക്ഷിച്ചിരുന്നത്. എന്നാൽ അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും അപകടകാരിയായ മറ്റൊരു ജീവിയായിരുന്നു പൾമൺ സ്കോർപിയൻസ് എന്ന തേളുകൾ. ഇവകൾ പ്രധാനമായും ചതുപ്പ് നിലയങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇവയ്ക്ക് 70 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ 10 സെന്റിമീറ്റർ വരെ നീളമുള്ള പാറ്റകളും 45 സെന്റിമീറ്റർ വരെ നീളമുള്ള ചിറകുകളുള്ള ഈച്ചകളും ഭൂമിയിൽ വസിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. അതിനാൽ തന്നെ ആ കാലഘട്ടത്തിലായിരുന്നു നമ്മൾ മനുഷ്യന്മാർ ജീവിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഈ പ്രാണികളുടെ പ്രധാന ഇരകളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഈ പ്രാണികൾക്കൊക്കെ ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇത്രയും വലിപ്പം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. പറയാം. ഈ ചോദ്യത്തിന്റെ ഏറ്റവും സിമ്പിളായ ഉത്തരം ഇവയൊക്കെ കാർബോണിഫറസ് കാലഘട്ടത്തിൽ ജനിച്ചത് കൊണ്ടാണ് എന്നതാണ്. ഇനി നമ്മൾ മനുഷ്യന്മാരും കാർബോണിഫറസ് കാലഘട്ടത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ നമ്മൾക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചേനെ. ഇതിനുള്ള പ്രധാന കാരണം അന്നത്തെ കാലത്തെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ സമയത്തെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 35% കൂടുതൽ ഉണ്ടായിരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്സിജനും വലിപ്പവും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. സത്യത്തിൽ പ്രാണികൾ മറ്റ് ജീവികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് ശ്വസിക്കുന്നത്. അതായത് പ്രാണികൾക്ക് ഓക്സിജൻ എടുക്കാൻ രക്തചംക്രമണ സംവിധാനമില്ല. പകരം ശ്വാസനാളം എന്നറിയപ്പെടുന്ന ചെറിയ ട്യൂബുകളിലൂടെ കടന്ന് ഓക്സിജൻ നേരിട്ട് ഇവരുടെ ടിഷ്യൂകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അന്തരീക്ഷത്തിലെ കൂടുതലായുള്ള ഓക്സിജൻ ഈ പ്രാണികളെ വലുതാകാൻ സഹായിക്കുന്നു എന്നർത്ഥം. എന്ന് കരുതി ഓക്സിജൻ മാത്രമാണ് അതിന്റെ കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഈ യുഗത്തിന് ശേഷമാണ്, അതായത് 2 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് മെസോസോയിക് യുഗം തുടങ്ങുന്നത്. ഈ യുഗത്തെ ദിനോസറുകളുടെ യുഗം എന്ന് അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലാണ് ദിനോസറുകൾ ഭൂമിയിൽ ഉടലെടുക്കുന്നത്. മെഗലോസോറസ് എന്ന ദിനോസർ വർഗമാണ് ഭൂമിയിലെ ആദ്യത്തെ ദിനോസറായി കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ ദിനോസറുകളിലും ക്രൂര സ്വഭാവമുള്ളവരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ദിനോസറാണ് ടീറക്സ്. ടൈറാനസോറസ് റെക്സ് എന്നതാണ് ഇവയുടെ യഥാർത്ഥ പേര്. ഇതിന്റെ അർത്ഥം തന്നെ ക്രൂര ഉരകജീവികളുടെ രാജാവ് എന്നാണ്. ഭൂമിയിൽ നിന്നും ഇവയുടെ ഒരുപാട് ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളതിനാൽ ഇവയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഏറ്റവും ക്രൂരനായ ഒരു വേട്ടക്കാരൻ കൂടിയായിരുന്നു ടീറക്സ്. 4500 മുതൽ 14,000 കിലോഗ്രാം വരെ ഭാരവും 40 അടി വരെ നീളവുമുള്ള ഒരു ഭീമൻ ദിനോസറാണിവ. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയുടെ പല്ലുകളാണ്.
ഏറ്റവും നീളമുള്ള പല്ലുകളുള്ള ദിനോസർ എന്ന വിശേഷണം ടീറക്സിനാണുള്ളത്. 33 സെന്റിമീറ്റർ വരെ നീളമുള്ള 60ഓളം പല്ലുകൾ ഇവക്കുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. കൂടാതെ കട്ടിയേറിയ തലയോട്ടിയും ശക്തമായ പേശികളും ഉപയോഗിച്ച് ഇരകളെ ഇവർ സിമ്പിളായി വേട്ടയാടുമായിരുന്നു. ഇവയുടെ ഒറ്റക്കടിക്ക് 6 ടൺ ഭാരത്തിന്റെ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ ഇവയുടെ മുമ്പിലെങ്ങാനും ഇന്നത്തെ ഒരു ആനയൊക്കെ ചെന്നുപെട്ടാൽ ആനയുടെ പൊടി പോലും കിട്ടില്ല എന്ന് അർത്ഥം. എന്നാൽ മാംസബുക്കുകളായ ദിനോസറുകളിൽ ഏറ്റവും വലുത് സ്പൈനോസോറസ് എന്ന ദിനോസറാണ്. ഇപ്പോഴത്തെ വടക്കേ ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഭീകരന്മാരായ ഡൈനോസറുകളാണ് സ്പൈനോസോറസുകൾ. 7 മീറ്റർ വരെ ഉയരവും 18 മീറ്റർ വരെ നീളവും 20,000 കിലോഗ്രാം വരെ ഭാരവും ഉള്ളതായിരുന്നു ഒരു സ്പൈനോസോറസ്. ഏകദേശം 9 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ജീവിച്ചിരുന്നത്. ചിറകുള്ള പല്ലി എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവയുടെ പുറംഭാഗത്തുള്ള ചിറകുകൾ പോലെയുള്ള ഭാഗമാണ് ഇവയുടെ പ്രത്യേകത. ഈ ചിറകിന് മാത്രം 5 അടി ഉയരമുണ്ടായിരുന്നു. താപനില നിയന്ത്രിക്കാനും ശത്രുക്കളെ ഭയപ്പെടുത്താനും വേണ്ടിയാണ് ഈ ചിറകുകൾ പ്രധാനമായും ഉപയോഗിച്ചതെന്നാണ് കരുതുന്നത്. ഇന്നത്തെ മുതലകളുടെ സ്വഭാവമായിരുന്നു ഇവയ്ക്ക്. അതായത് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലിറങ്ങുകയും വെള്ളത്തിലെ ജീവികളെ ഭക്ഷണമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ മീനുകൾ തേടി വരുന്ന മറ്റു ദിനോസറുകളെയും സ്പൈനോസോറസ് ആക്രമിച്ച് കീഴ്പ്പെടുത്താറുണ്ട്. ഏതായാലും അന്നത്തെ കാലഘട്ടം പോലെയാണ് ഇന്ന് ഭൂമി ഉണ്ടായിരുന്നത് എങ്കിൽ മനുഷ്യർ ഇവിടെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.